പ്രിയപ്പെട്ട കുട്ടികളെ, സെക്കൻഡ് ഇയർ VHSC ഗാർഡനർ കോഴ്സിൽ വൊക്കേഷണൽ സ്കിൽ വിഭാഗത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്ററാണ് ന്യൂട്രീഷൻ ആൻഡ് ഇറിഗേഷൻ. പ്ലാന്റ് ന്യൂട്രീഷൻ. എന്താണ് പ്ലാന്റ് ന്യൂട്രീഷൻ? ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ നിങ്ങൾ കേട്ടിരിക്കും പോഷകാഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. നല്ല പോഷകാഹാരം കഴിച്ചാലേ നന്നായി വളരൂ, നല്ല ശക്തി ഉണ്ടാകൂ, രോഗങ്ങൾ വരാതിരിക്കൂ എന്നെല്ലാം നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കും. നമുക്ക് ചുറ്റും കാണുന്ന ചെടികൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ വഴി ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നു. ഈ ചെടികൾക്കും നന്നായി വളരാൻ, നല്ല വിളവ് തരാൻ പോഷകാഹാരം കൂടിയേ തീരൂ. പ്ലാന്റ് ന്യൂട്രീഷൻ ഡെഫിനിഷൻ നോക്കാം. The elements necessary for normal metabolic activities in the body of an organism are known as nutrients. The process of nutrient supply and their intake is known as nutrition. ഒരു ചെടിയിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? തീർച്ചയായും നിങ്ങൾക്കറിയാം, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ തുടങ്ങിയവ. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൃത്യമായി നടക്കാൻ പോഷകമൂലകങ്ങൾ ചെടിക്ക് ലഭിക്കണം. ഈ പോഷകമൂലകങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും അവ ചെടി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ കുറിച്ചുമാണ് ന്യൂട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസൻഷ്യൽ എലമെന്റ്സ്. എന്താണ് എസൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഒഴിച്ചുകൂടാനാവാത്തത്, അത്യന്താപേക്ഷിതം എന്നർത്ഥം. ഏകദേശം 100ഓളം മൂലകങ്ങൾ പ്രകൃതിയിൽ ലഭ്യമാണെങ്കിലും അവയെല്ലാം ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ല. ചെടിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്ന 16ഓളം മൂലകങ്ങളെയാണ് എസൻഷ്യൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവയെ എസൻഷ്യൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്? In the absence of any of these elements, a plant fails to complete its normal life cycle. ഒരു ചെടി അതിന്റെ ജീവിതചക്രം പൂർത്തീകരിക്കാൻ ഈ 16 മൂലകങ്ങളും ചെടിക്ക് ലഭിക്കേണ്ടതുണ്ട്. The disorder caused can be corrected by adding that element. ഈ 16 മൂലകങ്ങളിൽ ഏതെങ്കിലും ലഭ്യമല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസോർഡർ ആ ചെടി കാണിക്കുന്നു. ആ ഡിസോർഡർ പരിഹരിക്കണമെങ്കിൽ ആ മൂലകം തന്നെ ചെടിക്ക് ലഭിക്കേണ്ടതുണ്ട്. There are 16 essential elements. എന്തൊക്കെയാണവ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, അയൺ, കോപ്പർ, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ തുടങ്ങിയവ. ഇവയെയാണ് 16 എസൻഷ്യൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എസൻഷ്യൽ എലമെന്റ്സ്. 16 എസൻഷ്യൽ എലമെന്റ്സിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. According to the amount present in the plant, they are classified as macronutrients and micronutrients. ഈ 16 എസൻഷ്യൽ മൂലകങ്ങളിൽ ഓരോന്നും എത്ര അളവിൽ ചെടി വലിച്ചെടുക്കുന്നു, ഒരു ചെടിയിൽ എത്ര അളവിൽ ഇവ കാണപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാക്രോന്യൂട്രിയൻസ് എന്നും മൈക്രോന്യൂട്രിയൻസ് എന്നും തരംതിരിച്ചിരിക്കുന്നു. According to the function of nutrients in plant life, they are classified as structural nutrients, accessory structural elements, regulators and carriers, catalyst and activators. മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. എന്താണ് മാക്രോ എന്ന് പറഞ്ഞാൽ? കൂടിയ അളവിൽ ചെടിക്ക് ആവശ്യമുള്ളത്, ചെടികളിൽ കൂടിയ അളവിൽ കണ്ടുവരുന്നത് എന്നർത്ഥം. ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഇവയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ നോൺ മിനറൽ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ചെടിക്ക് സുലഭമായി ലഭിക്കുന്നത് കൊണ്ടാണ് നോൺ മിനറൽ എലമെന്റ്സ് എന്ന് ഇവയെ വിളിക്കുന്നത്. 16 എസൻഷ്യൽ മൂലകങ്ങളിൽ ബാക്കിയുള്ളവയെല്ലാം മണ്ണിലൂടെ ചെടി വലിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ മിനറൽ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ മാത്രം ചെടിക്ക് ആവശ്യമുള്ളത് എന്നർത്ഥം. പക്ഷേ അവയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല. കുറഞ്ഞ അളവിലാണെങ്കിലും അവയും തീർച്ചയായും ചെടിക്ക് ലഭിച്ചിരിക്കേണ്ടതാണ്. ഏതൊക്കെയാണവ? അയൺ, കോപ്പർ, മാംഗനീസ്,
മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ എന്നിവ. മൂലകങ്ങൾ ചെടിയുടെ ജീവിതത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത്, അവയുടെ റോൾ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, സ്ട്രക്ചറൽ ന്യൂട്രിയൻസ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയാണ് സ്ട്രക്ചറൽ ന്യൂട്രിയൻസ് എന്നറിയപ്പെടുന്നത്. എലമെന്റ്സ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്. ജീവനുള്ള എല്ലാത്തിന്റെയും അടിസ്ഥാന ശിലകളായ 3 മൂലകങ്ങളാണ് ഇവ. ഒരു ചെടിയുടെ ഡ്രൈ വെയ്റ്റിന്റെ 94% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ 3 മൂലകങ്ങളും ചേർന്നാണ്. അടുത്തത് ആക്സസറി സ്ട്രക്ചറൽ എലമെന്റ്സ്. നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ ഇവയാണ് ആക്സസറി സ്ട്രക്ചറൽ എലമെന്റ്സ്. They are essential for growth and production in plants and formation of proteins. ഒരു ചെടിയുടെ വളർച്ചയെയും ഉൽപാദനത്തെയും കാര്യമായി സ്വാധീനിക്കുന്ന 3 മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എന്നിവ. പ്രോട്ടീൻ ഫോർമേഷനിലും ഇവയ്ക്ക് നിർണായക പങ്കുണ്ട്. അടുത്തത് റെഗുലേറ്റേഴ്സ് ആൻഡ് കാരിയേഴ്സ്. പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം. They regulate plant growth and build resistance against crop pest. എന്താണ് ഇവയുടെ പ്രാധാന്യം? പൊട്ടാസ്യത്തിന്റെ കാര്യം എടുത്തു നോക്കാം. കേരം തിങ്ങുന്ന നാടാണ്. തെങ്ങ് ഒരു പ്രധാന ഓയിൽ സീഡ് ക്രോപ്പാണ്. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യം വേണ്ട മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊട്ടാസ്യം. നെൽകൃഷി ചെയ്യുന്ന കർഷകരോട് ചോദിച്ചാൽ അറിയാം, നെല്ലിൽ വരുന്ന ഒരു പ്രധാന രോഗമാണ് ഷീറ്റ് ബ്ലൈറ്റ് അഥവാ പോളച്ചീയൽ രോഗം. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ പൊട്ടാസ്യം എന്ന പോഷകമൂലകം കർഷകരെ സഹായിക്കുന്നു. വാഴകൃഷി ചെയ്യുന്ന കർഷകന്റെ പ്രധാന പ്രശ്നമാണ് ബെഞ്ചി ടോപ്പ് അഥവാ കൂമ്പടപ്പ് രോഗം. ഇതൊരു വൈറസ് രോഗമാണ്. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കാൽസ്യം എന്ന പോഷകമൂലകം കർഷകനെ സഹായിക്കുന്നു. മെഗ്നീഷ്യത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. മെഗ്നീഷ്യം ക്ലോറോഫില്ലിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഒരു ചെടിയുടെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും മെഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തത് കാറ്റലിസ്റ്റ് ആൻഡ് ആക്ടിവേറ്റേഴ്സ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന പേരിൽ നമ്മൾ പഠിച്ച അയൺ, കോപ്പർ, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ഇവയാണ് കാറ്റലിസ്റ്റ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് എന്ന തലക്കെട്ടിന് കീഴെ വരുന്നത്. They require in very small quantity and they activate various chemical changes within the cell. ഒരു സസ്യ കോശത്തിനുള്ളിൽ നടക്കുന്ന രാസമാറ്റങ്ങളെ അവയെ ആക്ടിവേറ്റ് ചെയ്യുക എന്നതാണ് ഈ മൂലകങ്ങളുടെ പ്രധാന കടമ. ഈ മൂലകങ്ങളുടെ അഭാവം ചെടികളിൽ രോഗലക്ഷണങ്ങളായി തന്നെ കാണപ്പെടാറുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മതിയെങ്കിലും ഇവയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല. ബോറോൺ എന്ന മൂലകത്തിന്റെ അഭാവം പൊട്ടറ്റോയിൽ ലീഫ് റോളായും സിങ്ക് എന്ന മൂലകത്തിന്റെ അഭാവം നെല്ലിൽ ഖൈറ ഡിസീസായും കാണപ്പെടുന്നത് തന്നെ ഇവയുടെ പ്രാധാന്യം പ്രത്യേകം പറയുന്നു. റോൾ ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്. വെള്ളത്തിന് ചെടിയുടെ വളർച്ചയിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്? വാട്ടർ ക്രിയേറ്റ്സ് എ ഫേവറബിൾ ഇക്കോസിസ്റ്റം അറൌണ്ട് ദ റൂട്ട് സോൺ. ഒരു ചെടിയുടെ വേര് പടലത്തിന് ചുറ്റും ആ ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ വെള്ളത്തിന് കഴിയുന്നു. വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് മിനറൽ ആൻഡ് ന്യൂട്രിയൻസ്. ചെടിക്ക് ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ വെള്ളം ചെടിയെ സഹായിക്കുന്നു. വാട്ടർ ഹെൽപ്സ് ഇൻ വേരിയസ് ബയോകെമിക്കൽ ചേഞ്ചസ് വിതിൻ സെൽ. ഒരു സസ്യ കോശത്തിൽ നടക്കുന്ന ജൈവ രാസമാറ്റങ്ങൾക്ക് സഹായകരമായി വെള്ളം വർത്തിക്കുന്നു. Water is essential for photosynthesis, transpiration and other metabolic activities. നമുക്കറിയാം, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് ചെടികളിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിരേഷൻ തുടങ്ങിയ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൃത്യമായി നടപ്പിലാക്കാൻ വെള്ളം ചെടിയെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? എന്താണ് ന്യൂട്രിയൻസ്? എന്താണ് പ്ലാന്റ് ന്യൂട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ അവശ്യ മൂലകങ്ങളാണ് ചെടിക്ക് ആവശ്യമുള്ളത്? ഈ മൂലകങ്ങളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്?
വെള്ളത്തിന് ചെടിയുടെ ജീവിതത്തിൽ എന്ത് റോളാണ് വഹിക്കാനുള്ളത്? ഒരു ആക്ടിവിറ്റി കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 16 എസൻഷ്യൽ മൂലകങ്ങൾ ഏതൊക്കെയാണ്, അവയെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് കാണിക്കുന്ന ഒരു ചാർട്ട് നിങ്ങൾ തയ്യാറാക്കി സൂക്ഷിക്കണം.